ദർശനം എഴുതുക, അത് ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം പലകയിൽ വരയ്ക്കുക. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. വൈകിയാലും നീ അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രധാനമായും നമുക്ക് 3 വിധ ദർശനങ്ങളെ കാണാം. അതിൽ 2 ദർശനങ്ങൾ മാറ്റമില്ലാത്തതാണ്, സ്ഥിരമാണ്, എന്നേക്കും നിൽക്കുന്നതാണ്. ആ 2 ദർശനങ്ങളെ ഇന്ന് പകൽ നിങ്ങൾ എഴുതണം. നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ വചനം ശ്രവിച്ചാൽ ആ 2 ദർശനങ്ങളെയും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ ഇന്ന് പകൽ എഴുതാൻ പോവുകയാണ്. 2 ദർശനങ്ങളിൽ ഒന്ന് കാൽവറി ദർശനമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട് കിടക്കുന്ന ദർശനം. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവപുത്രനായ യേശു മനുഷ്യവേഷമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താഴ്ച അനുഭവിച്ചവനായി തകർക്കപ്പെട്ട് കിടക്കുന്ന ദർശനം. അത് ഇന്നലകളിൽ ക്രിസ്തുവിന് മുൻപ് പ്രവാചകന്മാർ ആവർത്തിച്ച് പറഞ്ഞ പ്രവചനം, ദൈവജനത്തിന് കൈമാറിയ ദർശനം, കാൽവറി ദർശനം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഗമാലിയലിൻ്റെ കീഴിൽ നിന്ന് പഠിച്ച പണ്ഡിതനായ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. എനിക്കത് മാത്രം മതി. ആ ദർശനം മാത്രം മതി. എനിക്കത് മാത്രം പറയാനാണ് ആഗ്രഹം. കാരണം ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ട്. ക്രൂശിൻ്റെ വചനം അത് രക്ഷിക്കപ്പെടുന്നവരെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദർശനം നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അത് ഹൃദയത്തിൻ്റെ മാംസഫലകയിൽ ആത്മാവ് എഴുതുകയാണ്. ഈ ലോകത്തിൻ്റെ കാഴ്ചകൾക്കിടയിൽ ആ ദർശനം മങ്ങിപ്പോകാൻ പാടുള്ളതല്ല. ആ ദർശനമാണ് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചത്. ആ ദർശനമാണ് നമുക്ക് ജീവൻ നൽകിയത്. ആ ദർശനമാണ് നമ്മുടെ അനാഥത്വം മാറ്റിയത്. ആ ദർശനമാണ് നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കിയത്. ആ ദർശനമാണ് നമ്മെ വീണ്ടെടുത്തത്. അത് കാൽവറി കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം, അത് നടക്കുമെന്ന് ഇന്നലകളിൽ പ്രവാചകന്മാർ ആധികാരികമായി ആവർത്തിച്ചു പറഞ്ഞ പ്രവചനം, നിവർത്തിക്കപ്പെട്ട പ്രവചനം, അത് കാൽവറി കൊണ്ട് അവസാനിക്കുന്നില്ല. അതിന്ന് പകലും ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്. അത് നാളുകളിൽ വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കണം. സഭ എടുക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയൊരു ആർപ്പ് കാണാം. അവർ ആ കാഴ്ച കണ്ട് സ്തുതിക്കുകയാണ്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് നിൽക്കുകയാണ്. അവർ യേശുവിനെ അങ്ങനെയാണ് കാണുന്നത്. കാൽവറി ദർശനം നിത്യമാണ്, സ്ഥിരമാണ്, എന്നേക്കും നിൽക്കുന്നതാണ്. രണ്ടാമതൊരു ദർശനമുണ്ട്. അത് നിത്യതയുടെ ദർശനമാണ്. എഴുതണം. എന്താണ് ദൈവം നമുക്ക് നൽകിയ ദർശനം? അതെ,
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദർശനം നിത്യതയുടെ ദർശനമാണ്. കാൽവറി ദർശനത്തിലൂടെ തുറക്കപ്പെട്ട നിത്യതയുടെ ദർശനം. യേശുവിൻ്റെ ശരീരമാകുന്ന തിരശ്ശീല കീറിക്കൊണ്ട് ദൈവം തുറന്ന പുതുവഴിയിലൂടെ നമുക്കേവർക്കും വെളിപ്പെട്ടു വന്ന നിത്യതയുടെ ദർശനം. പ്രിയപ്പെട്ടവരെ, ആ ദർശനമാണ് ഇന്ന് പകൽ നമ്മെ ചലിപ്പിക്കുന്നത്. എന്താണ് ആ ദർശനം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ നാം കാണും. നാം എല്ലാവരും അവനോട് സദൃശ്യന്മാരാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ നാം ആനന്ദിക്കും. ഇപ്പോൾ നാനാവിധ പരീക്ഷകളാൽ ദുഃഖം നമുക്കുണ്ട്. എങ്കിലും ഒരു ദർശനം നമ്മുടെ മുൻപിലുണ്ട്. യേശു ക്രിസ്തു പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരവൻ തുടച്ചു മാറ്റും. അവിടെ മരണമില്ല, ദുഃഖം, മുറവിളികൾ ഒന്നുമില്ല. നിത്യയുഗായുഗങ്ങൾ അവനോടുകൂടെ. ഇതാണ് രണ്ടാമത്തെ ദർശനം. മൂന്നാമതൊരു ദർശനമുണ്ട്. അത് നിത്യ തുറമുഖത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദർശനങ്ങളാണ്. അത് ഈ ഭൂമിയിൽ തുടങ്ങി ഈ ഭൂമിയിൽ തന്നെ അവസാനിക്കുന്ന, നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ദർശനങ്ങൾ. ദർശനം എഴുതുക, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റുകയില്ല. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.